കേരളത്തിലെ പണിമുടക്ക് വിവരങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് നമ്മൾ. രാജ്യത്താകമാനമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വിപുലമായ പണിമുടക്ക് 24 മണിക്കൂർ സമയത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവശ്യ സർവീസുകളെ മാറ്റി നിർത്തിയാൽ എല്ലാ തൊഴിലാളി മേഖലകളെയും കേരളത്തിൽ തൊഴിൽ മേഖലയും സർവീസ് സമരം ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. കേരളത്തിൽ പണിമുടക്കിൽ നിന്ന് INTUC വിട്ടുനിന്നതിനെ വിമർശിച്ച് CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം. INTUCക്ക് കോൺഗ്രസിന്റെ വിലക്കാണ്, UDF നടത്തുന്ന ജാഥ മാറ്റിവെക്കണമായിരുന്നു, അഖിലേന്ത്യാ പണിമുടക്കിനെ അപമാനിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റേതെന്നും എളമരം കരീം വിമർശിച്ചു. ഈ പണിമുടക്കിൽ പങ്കെടുക്കേണ്ട തൊഴിലാളികൾ INTUC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. INTUC സംയുക്തമായ പ്രവർത്തനത്തിൽ എന്നേ ഉള്ളൂ. കേരളത്തിൽ പണിമുടക്കിൽ അവരുണ്ട്, പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ INTUC കോൺഗ്രസ് INTUCയെ വിലക്കിയിരിക്കുക. ആ പണിമുടക്ക് ദിവസം രാഷ്ട്രീയമായി UDF ഒരു ജാഥ പ്രതിപക്ഷ നേതാവിൻ്റെയും UDF നേതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ്. ഇന്ന് UDFന്റെ ജാഥ മാറ്റിവെക്കേണ്ടതായിരുന്നു. സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എന്താണ് ഈ പണിമുടക്കിനകത്ത് ഒരു റിഫ്റ്റ് ഉണ്ടോ? നിഷാദ്, അതായത് ദേശീയ തലത്തിൽ INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ ഒരു തീരുമാനമായിരുന്നു ഈ പണിമുടക്ക് നടത്തുക എന്നുള്ളത്. അത്തരത്തിൽ ഒരു കാര്യങ്ങളായിരുന്നു ആലോചനയായി വരികയും ചെയ്തത്. പക്ഷേ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് എന്നാണ് CITU ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ എളമരം കരീം പറയുന്നത്. കാരണം കേരളത്തിൽ ഈ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റാലികളിൽ INTUC പ്രവർത്തകരുടെ പങ്കാളിത്തം ഇല്ല. അതിന് ഒരു പ്രഖ്യാപിതമായിട്ടുള്ള വിലക്ക് കോൺഗ്രസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കാരണം ഇത് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്. അതിനെതിരെയാണ് നടക്കുമ്പോൾ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ നടക്കുമ്പോൾ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകൾ സംയുക്തമായിട്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. INTUCയുടെ കൂടി ഒരു അഭിപ്രായം ആരാഞ്ഞ് അവരുടെ കൂടി അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. പക്ഷേ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്, അതിനെ രാഷ്ട്രീയമായി കാണുന്നു എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കോൺഗ്രസ് കാണുകയും ചെയ്യുകയാണ്. UDF പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വം നടത്തുന്ന ഒരു ജാഥ അത് മാറ്റിവെക്കണമായിരുന്നു. ഈ പണിമുടക്കിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് LDF സംഘടിപ്പിച്ചിരിക്കുന്ന വികസന മുന്നേറ്റ ജാഥ അത് മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം LDF എടുത്തത്. പക്ഷെ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ മര്യാദ UDF സ്വീകരിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ അത് ഈ പണിമുടക്കിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് പ്രധാനമായും എളമരം കരീം ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. INTUCയെ വിലക്കിയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ പണിമുടക്കിൽ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് സ്ഥിതി കാണുന്നത്. കേരളത്തിന് പുറത്ത് ദേശീയ തലത്തിൽ INTUC എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതിൽ രാഷ്ട്രീയമായ നിലപാട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് കാണുന്നു എന്നാണ് എളമരം കരീം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ശരി.